പി കെ ശശി ചെയ്തത് നീചമായ പ്രവൃത്തിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM പാലക്കാട് മേഖലാ റിപ്പോർട്ടിംഗിലാണ് പി കെ ശശിക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശം. സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല ശശിക്കെതിരായ പരാതിയെന്നും CPM ജില്ലാ സെക്രട്ടറിയെ കള്ളക്കേസിലും സ്ത്രീപീഡനത്തിലും പ്രതിയാക്കാൻ ശ്രമിച്ചുവെന്നും MV ഗോവിന്ദൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല ശശി നടത്തിയത്. പാർട്ടി ജില്ലാ സെക്രട്ടറിയായ സുരേഷ് ബാബുവിനെ കള്ളക്കേസിലും സ്ത്രീപീഡന കേസിലും ശശി പ്രതിയാക്കാൻ ശ്രമിച്ചു. CPM ജില്ലാ സെക്രട്ടറിയെ കള്ളക്കേസിൽ കുടുക്കാൻ പി കെ ശശി ഒരു മാധ്യമപ്രവർത്തകനുമായി ഗൂഢാലോചന നടത്തി. ഇതിന്റെ തെളിവുകൾ പാർട്ടിക്ക് ലഭിച്ചുവെന്നും പാർട്ടിയെ പണമുണ്ടാക്കാനുള്ള ഉപാധിയായി മാത്രം ഉപയോഗിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പി കെ ശശിക്കെതിരെ പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് നേരത്തെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത്തരമൊരു പരാതിയൊന്നുമില്ലെന്നായിരുന്നു MV ഗോവിന്ദൻ പറഞ്ഞിരുന്നത്. എന്നാൽ പി കെ ശശിക്കെതിരെ നടപടിയെടുത്തതിന് പിന്നാലെയാണിപ്പോൾ MV ഗോവിന്ദൻ രൂക്ഷ വിമർശനം നടത്തുന്നത്. പാർട്ടി ഫണ്ട് തിരിമറി കേസിലാണ് മുൻ MLAയും KTDC ചെയർമാനുമായ പി കെ ശശിക്കെതിരെ CPM നടപടിയെടുത്തത്. പി കെ ശശിയെ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കിക്കൊണ്ടാണ് നടപടി. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയെന്നാണ് ആരോപണം. പുത്തലത്ത് ദിനേശിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ആരോപണം സംബന്ധിച്ച് അന്വേഷിച്ചത്. പി കെ ശശി അധ്യക്ഷനായ യൂണിവേഴ്സൽ കോളേജ് നിയമനത്തിലും ക്രമക്കേടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നാണ് വിവരം. ഇതോടെ പി കെ ശശിക്ക് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം മാത്രമായി.